അങ്ങനെ ലോകകപ്പ് അവസാനിച്ചു. അർജന്റീനയെ ട്രോളിയിട്ടും ബാക്കി രാജ്യങ്ങൾ ഭയങ്കര സംഭവമാക്കി പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് വെച്ചാൽ ഫൈനലില് സ്പെയിനും അർജന്റീനയും മാത്രമാണല്ലോ കളി നടന്നത്. ബാക്കിയുള്ളവരൊക്കെ എവിടെയായിരുന്നു? ക്വാർട്ടർ പോലും കടക്കാതെ പല രാജ്യങ്ങളും പുറത്തുപോയി. ക്വാർട്ടർ കാണാത്തവരുണ്ട്, സെമി കാണാത്തവരുണ്ട്, ഗ്രൂപ്പ് നില മത്സരങ്ങളിൽ നിന്നും പുറത്തു പോയവരുണ്ട്. ഈ ആളുകളൊക്കെയാണ് അല്ലെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെയാണ് അർജന്റീനയെ കുറ്റം പറയും. ഞാൻ കടുത്തൊരു അർജന്റീന ഫാനാണ്. അപ്പം പറഞ്ഞു വരുന്നത് അത്രയേ ഉള്ളൂ. അതായത് സംഭവം ശരിയാ, അർജന്റീന കളിക്കണമെങ്കിൽ ഗോള് കിട്ടണം. ഗോള് കിട്ടണമെങ്കിൽ ബോള് കൈമ കിട്ടണം. ഓക്കെ, അപ്പോ ഞാൻ ട്രോളാനൊക്കെ ഞാൻ റെഡിയാ. കാരണം വെച്ചാൽ സെയിം ലൈക്ക് എന്താ പറയാ, ഞാനൊരു ആരാധകനാണെങ്കിലും ഈ ഒരു ന്യൂട്രലാ. അവിടുന്ന് ഒരു ഫൗള് വരുമ്പോൾ അല്ലെങ്കിൽ അവിടുന്ന് ഒരു ഇത് വരുമ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ്, അങ്ങനത്തെ ഒരു അപ്പം പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. അതായത് ഈ നമുക്കൊരാളെ വിമർശിക്കണമെങ്കിൽ അതിനുള്ളൊരു അർഹത ഉണ്ടോ എന്ന് ആദ്യം ചിന്തിക്കേണ്ട കേസാണ്, എന്നിട്ട് വേണം വിമർശിക്കാൻ, അല്ലേ? ഫൈനലൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ ഇടാന്ന് വെച്ചാണ്. ഇപ്പോൾ ഓളങ്ങളൊക്കെ കഴിഞ്ഞു, ഇത് അവസാനത്തെ വീഡിയോ ആയിരിക്കണം. അതായത് ഇത് മാക്സിമം ഷെയർ ചെയ്യണം എന്നല്ല പറയണേ, കാരണം ഇതാണ് റിയാലിറ്റി. അതായത് അർഹത ഇല്ലാത്ത ആളുകളാണ്. പണ്ട് ലാലേട്ടൻ പറഞ്ഞ ഒരു എഡിറ്റിംഗ് അറിയാത്തവർ എഡിറ്റിങ്ങിനെ പറ്റി കുറ്റം പറയരുത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അല്ല പറയുന്നത്. സീരിയസ്ലി, അതായത് പ്രീ ക്വാർട്ടർ പോലും കഴിയാതെ, ക്വാർട്ടറിൽ പോലും എത്താതെ, സെമിയിൽ പോലും എത്താത്ത ആളുകളാണ് അർജന്റീന കുറ്റം പറയുന്നത്. എന്ത് കാര്യങ്ങളോ, നമുക്ക് അർഹമില്ലാത്ത സ്ഥലത്താണ് നമ്മൾ ഔട്ടായി പോയി ചിന്തിക്കണം. എന്നിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്. അവര് ഫൈനൽ വരെ എത്തി, ഫൈനൽ കളിച്ചു, ഫൈനലാണ് തോറ്റത്. ചിന്തിക്കണം. അല്ലാതെ അവരുടെ ഗ്രൂപ്പ് നില മത്സരത്തിൽ പോലും പുറത്ത് വരാൻ പറ്റാത്ത ടീമല്ല, അതുകൂടി ചിന്തിക്കണം. അത്രയും മാത്രം ആലോചിച്ചാൽ മതി. പിന്നെ ഓരോ ജേഴ്സി മാറ്റേണ്ട അവസ്ഥ നമുക്ക് വന്നിട്ടില്ല. നമ്മളെല്ലാ വേൾഡ് കപ്പ് തുടങ്ങിയ മുതൽ അവസാനം വരെ ഒരേ ജേഴ്സി തന്നെ നിന്ന്, അത് നമ്മളുടെ ഒരു വിജയമാണ്. അത് നിങ്ങൾ ചിന്തിക്കണം. ഇതൊക്കെ ചിന്തിച്ച് വേണം ഒരാളെ കുറ്റം പറയാൻ വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ.